ഉള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് ഹെഡ്സെറ്റ് വെക്കണം. എവിടെയാണെങ്കിലും ഹെഡ്സെറ്റ് വെക്കുന്നത് ഒരു നല്ലതാണ്. കാരണം സംസ്കാര സമ്പന്നതയുടെയും യുക്തിബോധത്തിന്റെയും അറിവിന്റെയും ബുദ്ധിയുടെയും ഒക്കെ വെളിച്ചത്തിലുള്ള ഒരു പ്രഭാഷകന്റെ മധുരമായിട്ടുള്ള ചില പ്രഭാഷണങ്ങളാണ് എനിക്കിന്ന് നിങ്ങളുമായിട്ട് ക്രിറ്റിസിസത്തിന് എടുക്കാനുള്ളത്. ഓക്കെ, ആ ഡിവൈൻ ഹൈ ഹെഡ്സെറ്റ് മുഖ്യം ബിഗിലെ, അതെ അതാണ്. കാരണം 2 തവണ പ്രായപൂർത്തിയായവർ കേൾക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. കാരണം ഉസ്താദ് നല്ല ഫോമിലാണ്, ചേച്ചി വേറെ മൂഡിലാണ് എന്ന് പറയുന്നത് പോലെ ഉസ്താദ് വേറെ മൂഡിലാണ്. അങ്ങനെ ഉസ്താദ് കാച്ചി കുറുക്കി അരച്ച സംസ്കാരമെന്ന് പറഞ്ഞാൽ വേറൊന്നും വേണ്ട, മതപരമായിട്ടുള്ള സംസ്കാരം എന്താണെന്ന് ആള് കൃത്യമായിട്ട് അങ്ങോട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്താണ് മതപരമായ കൾച്ചർ? ഓക്കെ, അപ്പോ തുടങ്ങിയാലോ. ആദ്യം ഉസ്താദിന് എന്തോ പറയാനുണ്ട്. മുസ്ലിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് മതപരമായിട്ടുള്ള മാനമാണ്, അത് മുസ്ലിങ്ങളോടാണ് പറഞ്ഞത്. അതിന് ആരും കേറി ഏക്കേണ്ടതില്ല, ആരും അഭിപ്രായം പറയേണ്ടതില്ല എന്നാ പറഞ്ഞു. ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം ചാനലിൽ വന്നിട്ട് പറഞ്ഞത് മതനിഷേധികൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ്. അതിന് എന്റെ പൊന്നാര മകനെ ഉസ്താദേ, നിങ്ങളുടെ തന്തയുടെ വകയല്ലല്ലോ ഈ ഭാരതം. എല്ലാവർക്കും അവനവന്റെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ നിങ്ങൾക്കത് പറയാൻ പറ്റില്ല. ആരും വിമർശനങ്ങൾക്ക് അതീതരല്ല, ഒന്നും വിമർശനങ്ങൾക്ക് അതീതമല്ല, ആയിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് ജനാധിപത്യം എന്ന് പറയില്ല. ഓക്കെ, അപ്പോ ഉസ്താദ് പറയുന്നത് മതപരമായി ഇടകലരരുത്, സമത്വം ഞങ്ങൾ അനുവദിക്കില്ല, ആണും പെണ്ണും തുല്യരല്ല, പഠനം വേണ്ട എന്നൊക്കെ പറഞ്ഞല്ലോ. അത് ഞങ്ങൾ പറഞ്ഞത് മുസ്ലിങ്ങളോടാണ്. അതിന് ഇസ്ലാമിൽ നിന്നും പുറത്തുപോയ മതനിഷേധികൾ അഭിപ്രായം പറയണ്ട. 1. 2, കണ്ട ചക്രിയെയും മറ്റ് ആളുകളും ഒന്നും ഞങ്ങളുടെ മതത്തിൽ അഭിപ്രായം പറയണ്ട. ഒന്നാമതായിട്ട് പറയാനുള്ളത് ഉസ്തു, ഇത് പാകിസ്ഥാനല്ല. പാകിസ്ഥാനാണ് എന്ന് ഒരു വേള നനച്ചിരിക്കുന്നെങ്കിൽ അതങ്ങടെ ഇറക്കി വെക്കുക. ഇത് പാകിസ്ഥാനല്ല. നിങ്ങളുടെ മതനിയമങ്ങൾ ഈ ജനാധിപത്യ രാജ്യത്ത് നിങ്ങൾക്ക് അതാണ് ബാധകമെങ്കിൽ പാകിസ്ഥാനിലേക്ക് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചിട്ട് കാര്യമില്ല, അങ്ങോട്ട് പോകുക തന്നെ. ഓക്കെ, PC ജോർജ് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ പൂർവികർ ഒരു പക്ഷേ വല്ല നാരായണനും നാണിത്തള്ളയും ഒക്കെ അല്ല എന്നാര് കണ്ടു. അതുകൊണ്ട് ഇതൊരു ഏറ്റവും കൂടുതൽ മതേതര രാജ്യമായി നിലനിൽക്കാൻ കാരണം ഹൈന്ദവ ഭൂരിപക്ഷമുള്ള രാജ്യമായതുകൊണ്ടാണ്. നരേന്ദ്രമോദിക്ക് കിട്ടിയ ഭൂരിപക്ഷം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയ്ക്കാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ എന്താകുമായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ചാൽ മതി, മനസ്സിലാകും. ഓക്കെ, ഉസ്താദ് ആദ്യം കുറച്ച് സംസ്കാരം പറയുന്നുണ്ട്, അത് നമുക്ക് കേട്ടിട്ട് ഹെഡ്സെറ്റ് വെക്കാം. ഓക്കെ, മുസ്ലിം സമുദായം ഐശ്വര്യമുള്ളവരാണ്, നമ്മളെ ഇബാദത്ത് ചെയ്യുന്നവരാണ്, നമുക്ക് നല്ല ശുദ്ധിയുണ്ട്, വൃത്തിയുണ്ട്, വെടിപ്പുണ്ട്, സംസ്കാരമുണ്ട്, ബോധമുണ്ട് എന്നും ഇത്രയൊക്കെ മതി ഉസ്താദേ. ഇതിൽ അപ്പുറം നമുക്ക് താങ്ങാൻ പറ്റില്ല. പ്ലീസ് ഒന്നും വിചാരിക്കല്ലേ, പറ്റാത്തോണ്ട. എന്തോ പറഞ്ഞേ, വൃത്തിയുണ്ട്, ശുദ്ധിയുണ്ട്, മതമുണ്ട്, സംസ്കാരമുണ്ട്, അങ്ങനെ കണ്ട ഉസ്താദ് പറഞ്ഞല്ലേ. ശരി, എന്നാ ഒന്നും കൂടെ കേട്ടേക്കാം. ഇസ്ലാമിനോടുള്ള ശത്രുതയാണ്. നമുക്ക് അല്ലാഹു സ്വർഗം തരും, നമുക്ക് ആഖിറത്തിൽ നല്ല വിജയമുണ്ട്. മുസ്ലിം സമുദായം ഐശ്വര്യമുള്ളവരാണ്. മുസ്ലിം സമുദായം ഐശ്വര്യം ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം കേട്ടോ. ആരാധന
വൃത്തിയുണ്ട്, വെടിപ്പുണ്ട്, സംസ്കാരമുണ്ട്, ബോധമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഈ വൃത്തികെട്ട സമുദായം. കാര്യം മനസ്സിലായല്ലോ? വൃത്തിയുണ്ട്, ശുദ്ധിയുണ്ട്, സംസ്കാരമുണ്ട്. ഈ മാന്യദേഹത്തിന്റെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിരുന്നു? ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് ഗർഭപ്പലകയിൽ പ്രസവം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ഭർത്താവ് ആ പെണ്ണിനെ ലൈംഗിക ബന്ധത്തിന് വിളിച്ചാൽ അവൾ പോകലാണ് നന്മ എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇവരുടെ സംസ്കാരത്തെ കുറിച്ച് ഞാൻ വേറൊരു പ്രസംഗം കൂടി കേൾപ്പിച്ചു തരാം. ആദ്യം ഈ ഉസ്താദിന്റെ സംസ്കാരം എന്താണ് എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. ഉസ്താദിന്റെ സംസ്കാരം തന്നെ നമുക്ക് എടുക്കാം. ഉസ്താദിനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. മതപരമായിട്ടുള്ള സംസ്കാരങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മതപുരോഹിതന്മാരിൽ നിന്നാണ്. പണ്ട് കാലങ്ങളിലും നമ്മൾ മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് മതപുരോഹിതന്മാരാണ് മതത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് എന്ന തോതിലാണ്. അപ്പോൾ ഈ പുരോഹിതൻ വൃത്തിയുള്ളവരാണ്, ശുദ്ധിയുള്ളവരാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്, പരലോകത്ത് വിജയമുള്ളവരാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഒരല്പം കൂടി പോയെങ്കിലും ശരി, നമ്മൾ ക്ഷമിച്ചു, സംസ്കാര സമ്പന്നരാണ്. ശരി, ആ സംസ്കാര സമ്പന്നത ഒന്ന് കേൾക്കാം. ഇഷ്ടപ്പെടുന്ന സാധനം അതാണ് അടുത്ത അല്ലാഹു പറയുന്നത്. ആയത്തുകളെ പോലെയുള്ള വിശദീകരിക്കുന്നില്ല. വലിയ നേത്രങ്ങളുള്ള പെണ്ണുങ്ങളെ അല്ലാഹു തആല വിശദീകരിക്കാൻ ഞാനില്ലേ. നമ്മൾ ഇബാദത്ത് ആരാധന ചെയ്യുന്നവരാണ്. നാളെ അള്ളാഹു പരലോകത്ത് പ്രതിഫലം തരുന്നതിന് വേണ്ടി നമ്മൾ ആരാധനകൾ ചെയ്യുന്നു. ആ ആരാധനകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? വെളുത്ത തുടുത്ത സൗന്ദര്യവതികളായ ഹൂറികൾക്ക് വേണ്ടി. അത് പറയൂ, ഇപ്പൊ അത് കേട്ടോ. അതെ അതെ, അതുകൊണ്ട് അല്ലാഹു അത് പരിശുദ്ധവതികളായ മലമൂത്ര വിസർജനം പോലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സുന്ദരികളായ പെണ്ണുങ്ങൾ. ഇവിടുത്തെ ഒരു പെണ്ണിലായി പോയി സോപ്പിട്ട് മിനിക്ക് കൊണ്ടുപോയി തിരുമ്പോ അവിടെ തേച്ചുകൊണ്ട് കൊണ്ടിവിടെ വന്നോ ദുനിയാവിൽ മുഴുവൻ കണ്ണും ക്യാമറ അതിന്റെ മുന്നിലോട്ടാണ്. മുഴുവൻ റോഡിന്റെ കളറം കൊണ്ട് അങ്ങോട്ട് കയറി ബസ്സിനകത്ത് കയറി തിരക്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ചൂടടിച്ച് തിരക്കെല്ലാം കൊണ്ട് വെയിലെല്ലാം കൊണ്ട് അതിന്റെ കളർ ഇതെല്ലാം പോകുമ്പോഴത്തേക്ക് പഠിച്ചവനെ പരിസരത്തുകൾ അടുത്ത് നിൽക്കാൻ പറ്റില്ല. പല പെണ്ണുങ്ങളുടെയും അടുത്ത് പോയി നിന്ന് മണപ്പിക്കുന്നത് കൊണ്ട് ഉസ്താദിന് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും. അതെ, അല്ലാഹു നിനക്ക് ഈ പെണ്ണിനെ തരുന്നതിന് മുമ്പ് മനുഷ്യവർഗത്തിൽപ്പെട്ട ആരും ഭൂതവർഗത്തിൽപ്പെട്ട ആരും. കാരണം ഈ പെണ്ണിനെ ആരെങ്കിലും തൊട്ട് യൂസ്ഡ് ആണ് തരുന്നതെങ്കിലോ, യൂസ്ഡ് ഹൂറികളെയാണ് നൽകുന്നതെങ്കിൽ ഇവന്റെ നമസ്കാരത്തിൽ അത്രയും ഒരു കൃത്യത ഉണ്ടാകില്ല, ആത്മാർത്ഥതയും ഉണ്ടാകില്ല. അതുകൊണ്ട് വിഷമിക്കാനില്ല. ഇതിനു മുമ്പ് ആരും ഈ പെണ്ണിനെ തൊട്ടിട്ടില്ല. ഇത്രയും വിശദീകരിച്ച് പറഞ്ഞാലേ പടച്ചവന്റെ മുമ്പിലും മുട്ടുകുത്തത്തുള്ളന്നേ. ഇൻസുൻ ഖബലഹു വലാ ജാൻ. നിനക്ക് തരുന്നത് ഭാരം തൊട്ടിട്ടില്ല. ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല.
പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കൂടാരം ഉണ്ടാക്കി അതിലിട്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും പേര് രജിസ്റ്റർ ചെയ്ത് അള്ളാഹു ഒരു കൂടാരം ഉണ്ടാക്കി അതിനകത്താണ് ഈ ഹൂറികളെ ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ കൂടാരത്ത് നിന്ന് പെണ്ണിറങ്ങി ഓടിയാലോ, വിശപ്പുള്ള യോനിയുമായിട്ടാണല്ലോ സൃഷ്ടിച്ചിരിക്കുന്നത്. എങ്ങാനും ഹൂറന്മാർ അതിനകത്ത് കയറി അടിച്ചോണ്ട് പോയാലോ, അതുകൊണ്ടാണ് കൂടാരത്തിനകത്ത്. ഓക്കെ, ദൃഷ്ടികളെ നിയന്ത്രിക്കുന്ന പെണ്ണാണ് അവർ. കണ്ടവരെ ഒന്നിച്ച് നോക്കിക്കൊണ്ടിരിക്കില്ല, എന്തോ പോകുന്ന പോലെ എല്ലാരെയും നോക്കാൻ പറ്റും. എണ്ണലും നോക്കുന്ന പെണ്ണല്ല. ആർക്ക് വേണ്ടിയാണോ പിന്നെ അമ്മ നൽകിയത്? അടുത്തത് സമപ്രായക്കാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. സമപ്രായക്കാരികളായ സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന സ്വർഗീയ തരുണിമണികൾ. ഇഴവികളായ പെണ്ണുങ്ങളാണെങ്കിൽ സ്ഥലം ഒടിഞ്ഞു തൂങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാനൊന്നും താല്പര്യമുണ്ടാകത്തില്ല. ശരി, മുഴുത്ത മാറിടമുള്ള പെണ്ണാണെങ്കിൽ നമുക്ക് സന്തോഷം, പെരുത്ത് സന്തോഷം. വേണമെങ്കിൽ 2 റക്അത്ത് സുന്നത്തും കൂടെ നിസ്കരിച്ചേക്കാം. എന്തൊക്കെ പറഞ്ഞാലേ ഇവന്മാര് നിസ്കരിക്കും. ശരി, മാറിടം ഒടിഞ്ഞു തൂങ്ങിയ പെണ്ണുങ്ങളല്ല, സ്ഥലങ്ങൾ പൊങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങള്. സമപ്രായക്കാരികളായ സഹോദരിമാർ. ആദ്യമായി അവരുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒറ്റ പദത്തിലാണത് മനസ്സിലാക്കി തന്നത്. ഖവാഇബ, സ്ഥലങ്ങൾ തള്ളി നിൽക്കുന്ന സഹോദരിമാരെന്നാണ് അല്ലാഹു തആല ഇവിടെ പരിചയപ്പെടുത്തിയത്. പക്ഷേ അത് വളരെ വിശദമായിട്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് സ്ഥലത്ത് സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു പരിചയപ്പെടുത്തി. വഹൂറുൻ ലഈൻ കഅംസാലിൽ ലുഉലുഇൽ മക്നൂൻ. വഹൂറുൻ ലഈൻ, ഇത്രയൊക്കെ ഞങ്ങൾക്ക് താങ്ങും. ശരി, നിക്ക്. കൈകൊണ്ട് നിക്കാഹ് കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാ. കൈകൊണ്ട് സുഖം എടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അതേപോലെ യുവതികളായ സഹോദരിമാർ കൈക്രിയകൾ ചെയ്യുന്നുവെങ്കിൽ അവളും ശപിക്കപ്പെട്ടവളാണ്, അവളും ശപിക്കപ്പെട്ടവളാണ്. ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് ചൈനക്കാരന്മാരെ നിർമ്മിച്ചിരിക്കുന്ന സുഖലോലുപതയ്ക്ക് വേണ്ടിയുള്ള പാശ്ചാത്യ സംസ്കാരത്തെ കിടപിടിച്ചുകൊണ്ട് യന്ത്രങ്ങളിലൂടെയും ഇലക്ട്രിക് ഉപകരണങ്ങളിലൂടെയും പുരുഷന്മാരും സ്ത്രീകളും സ്വയം ഭോഗം നടത്തുന്നുവെങ്കിൽ പരിശുദ്ധ ഇസ്ലാം പറയുന്നു അത് നിഷിദ്ധമാ, അത് ഹറാമാ. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കരുതേ. തന്റെ കൈകളിലുള്ള ശുക്ലങ്ങളുണ്ടല്ലോ, ഈ ശുക്ലങ്ങൾ നാളെ ആഖിറത്തിൽ നിന്റെ കൈകൾ ഹാജരാക്കുമ്പോ നിന്റെ കൈകളിലൂടെ ഒലിച്ചുപോയ ശുക്ലങ്ങൾ ഈ വിരൽ കുമ്പിൽ അത് കുട്ടികളെ പോലെ കിടന്നിട്ട് ഉപ്പാ ഉപ്പാ ഉപ്പാ. നമ്മുടെ കൈയുടെ വലിപ്പത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പുരുഷന്മാര്. കാരണം ശുക്ലം കിടന്നിട്ടാണ് വാപ്പാ വാപ്പാന്ന് വിളിക്കുന്നത്. എത്ര കുട്ടികൾക്ക് കയ്യിൽ കിടക്കാൻ പറ്റുമെന്നൊന്ന് ചിന്തിക്കണം. ചിലപ്പോ പരലോകത്ത് അള്ളാഹുവിന് ആ കൈകളെ അങ്ങനെ ആക്കാൻ പറ്റുമായിരിക്കും, വളരെ വലുതാക്കാന്. എന്ന് വിളിക്കുമ്പോ ഇതെങ്ങനെ ഉണ്ടായ കുട്ടികളാണ് ഉമ്മയാണെന്ന് ചോദിക്കേണ്ടി വരും. അല്ല, എങ്ങനെ ഉണ്ടാകുന്ന ഉമ്മ ഇല്ലല്ലോ, സ്വയംഭോഗം ചെയ്തിട്ടല്ലേ ശുക്ലം അങ്ങനെ ഒഴുകിയത്. പിന്നെ ഏതാണ് ഒന്നും പറയണ്ട ഇവിടെ കാര്യങ്ങൾ. അടുത്ത ഒരു കൊമ്പൻ വന്നിട്ടുണ്ട്. ഇവരുടെ സംസ്കാര സമ്പന്നത. ആ കുതിരക്ക് അതവ് പഠിപ്പിക്കൽ കിട്ടുന്ന കളിയാണ്. ആ മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കളി ഏതാണ്? അവിടുന്ന് പറഞ്ഞില്ലേ, വമുലാഅബതുക അഹ്ലക. ഓ പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ, അത് ബാത്തിലായ കളിയല്ല. ആ കളിക്ക് ധാരാളം പ്രതിഫലം അല്ലാഹുവിങ്കൽ നിന്ന് ലഭ്യമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. മനസ്സിലായല്ലോ? അപ്പൊ ഇവരുടെ സംസ്കാരത്തെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. ഇനി ഒരു ഇതും കൂടി കേൾക്കണം നിങ്ങൾ. ഇവരെന്തുകൊണ്ടാണ് വ്യഭിചരിക്കാത്തത്? ഒരു പെണ്ണിനെ കണ്ടാലുടനെ കേറി പിടിക്കണം എന്നിവർക്ക് തോന്നാറുണ്ട്. ഇവർക്ക് വ്യഭിചരിക്കണം എന്നാഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് വ്യഭിചാരശാലയുണ്ടാക്കി പടച്ചോൻ കാത്തു നിൽക്കുമ്പോ നമ്മൾ എന്തിനാ ബുദ്ധിമുട്ടുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അടിച്ചു ജീവിക്കണമെങ്കിൽ എങ്ങനെയും ജീവിക്കാം, ഞങ്ങൾക്ക് ജീവിക്കാം. നമുക്കിപ്പോ ഈ താടിയും വെച്ച് ഈ സുന്നത്തും അനുസരിച്ച് ഈ വലിയ ചാട് വിട്ട് തൊപ്പിയിട്ട് നടക്കേണ്ട കാര്യമില്ല. നമുക്കെന്താ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടാ?
നമുക്കെന്താ ഒരു പെണ്ണിനെ ചുംബിക്കാൻ കൊതിയില്ലാത്തത് അത് കൊണ്ടോ, സത്യം. നമുക്കെന്താ വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടോ? അത് സത്യം. അള്ളാഹുവിനെ പേടിച്ചിട്ടെല്ലാം നമ്മൾ മാറ്റി നിർത്തുന്നു. എന്തിന്? ആഖിറത്തിൽ നമുക്ക് അള്ളാഹു അത് തരുമെന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ. അതായത് പടച്ചോൻ ഉസ്താദിന്റെ മാമാപ്പണിക്കാരനാണ് എന്ന് ഉസ്താദ് സമ്മതിച്ചു. അവിടെ 5 സ്റ്റാർ ഫെസിലിറ്റീസും ഉണ്ടാക്കി വെച്ച്, അവിടെ വേശ്യാലയവും ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കുന്ന ഒരു പടച്ചോനെ കുറിച്ചിട്ടാണ് ഉസ്താദ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇവിടെ വ്യഭിചരിക്കാൻ സൗകര്യമില്ല, പക്ഷെ പരലോകത്തിൽ അള്ളാഹു വ്യഭിചരിക്കാൻ സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഉസ്താദ് പറഞ്ഞത്. തീർന്നില്ല. ഇനിയും ഉസ്താദ് ഇപ്പൊ പറഞ്ഞ ഉസ്താദ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം പറയുന്നത്. രസിപ്പിക്കുവാൻ ഇരുമാറുകൾ അവർക്കുണ്ട്, കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്. മാരണത്തിലൂടെയാണോ അതിന്റെ രസം? അതിലൂടെ അള്ളാഹു രസം ഒരുക്കി തരും. പാട്ടിലൂടെയാണോ നിനക്ക് രസം? നിന്നെ മടിയിൽ കിടത്തിയിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും. സ്വർഗത്തിലെ പെണ്ണ്, ഇവിടുത്തെ പെണ്ണിന് തീരെയുള്ള പാട്ട്, സമാന പാട്ടല്ലേ അറിയുള്ളൂ. സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും, നമ്മളെ മടിയിൽ കിടത്തിയിട്ട് സന്തോഷിപ്പിക്കും. മാരണങ്ങൾ തീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം? അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും. അതാണ് ഇവിടെ ഖുർആനിൽ പറഞ്ഞത്. നല്ല മാരണമുള്ള പെണ്ണ്, സന്തോഷിപ്പിക്കുന്ന പെണ്ണ് അള്ളാഹു തരും. അള്ളാഹു നമ്മുടെ സ്വർഗത്തിൽ. ഇവരുടെ സംസ്കാരത്തെ കുറിച്ച് ഇനിയൊന്നും പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെയൊക്കെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹു പരലോകത്തില് പരിപാവനമായിട്ടുള്ള സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഏതാണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ശരി, അപ്പൊ ഇനി വൃത്തിയും ശുദ്ധിയുമുള്ള ഇവരുടെ രീതിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. വെടിപ്പുണ്ട്. എന്ന് മനസ്സിലാക്കിയ ഈ വൃത്തികെട്ട സമുദായമാണ് ഇതിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പരിശ്രമിക്കുന്നത്. അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിനാണ് നിങ്ങൾക്ക് എനിക്കിതൊക്കെ ദേശീയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഇനി എന്തെല്ലാം ഈ കുണാപ്പിനകത്തൂടെ കണ്ടിട്ട് പറഞ്ഞാൽ എനിക്കിതൊന്നും പേടിയൊന്നുമില്ല. ഞാൻ ഒരുത്തരെ വകവെക്കുകയില്ല. എന്റെ ശൈലി എങ്ങനെയാണ്? എനിക്കിനി ഏത് ചൊറിയാൻ പറഞ്ഞാലും, ചെറിയാൻ പറഞ്ഞാലും, ചക്കറിയ പറഞ്ഞാലും, കുക്കറിയ പറഞ്ഞാലും, ആട് തന്ത പറഞ്ഞാലും എനിക്കിവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല. ഞാൻ എന്റെ തീരുടെ കാര്യം സത്യസത്യമായിട്ട് വിളിച്ചു പറയും. നമുക്കെന്തിനാ പ്രശ്നം? ഇവരൊക്കെയാണ് തീരുമാനിക്കുന്ന തീരുടെ കാര്യങ്ങൾ. നമ്മളല്ല അള്ളാഹു റസൂലും പഠിപ്പിച്ച ദീനാണ്. ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചക്രിയായിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഈ പറയുന്നത്. ഈ ചക്രിയതിനകത്ത് ചൊറിയാൻ പോണ്ട കാര്യമില്ലല്ലോ. നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പറയുന്ന കാര്യം. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളൊരു കാര്യം പറയുന്നതെങ്കിൽ ഈ രാജ്യം ഇസ്ലാം മത രാജ്യമല്ല എന്ന് പറയാൻ ചക്കറിയയ്ക്കും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ഇസ്ലാം മത നിയമം ഇവിടെ പ്രാവർത്തികമാക്കണമെങ്കിൽ ഇത് ശരീഅത്ത് നിയമപ്രകാരം നിലനിൽക്കുന്ന ഇസ്ലാം മത രാജ്യമാകണം. അതായിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ ചക്കറിയ പ്രതിനിധാനം ചെയ്യുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യം അനുസരിച്ച് അദ്ദേഹത്തിന് ശരിയല്ല എന്ന് തോന്നുന്ന ഏതൊരു വ്യക്തിയെയും, ഏതൊരു ആദർശത്തെയും, ഏതൊരു ആശയത്തെയും എതിർക്കാൻ, വിമർശിക്കാൻ അദ്ദേഹത്തിന് റൈറ്റ്സ് ഉണ്ട്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ, ഇസ്ലാം മത നിയമം പറയുമ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ, അത് പൊതുജന മര്യാദകൾക്ക് വിരുദ്ധമാണെങ്കിൽ എതിർക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തിനാണ് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും കാര്യം ചർച്ച ചെയ്യാൻ പോകുന്നത്? പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ കുട്ടികളോട് കുർബാനക്കിടയിൽ പറഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ഒന്ന് സൂക്ഷിച്ചിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് എന്തിനായിരുന്നു മുസ്ലിങ്ങളെല്ലാം കൂടെ മാർച്ച് നടത്തിയത്? ഷാമു കോയമ്പത്തൂർ എന്ന അപരനാമത്തിൽ ഒരു ചിൻവാദ് പാലം എന്ന് പറയുന്ന പുസ്തകം എഴുതി. നിങ്ങൾ എന്തിനാണ് ആ പുസ്തകം ബാൻ ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചത്? പിന്നീട് കോടതിയെ സമീപിച്ചിട്ടാണല്ലോ ആ ബാനിങ് റദ്ദ് ചെയ്തത്. എന്തിനായിരുന്നു അത്? ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ കുട്ടികളെല്ലാം കൂടി മൈമ് കളിച്ചു. ആ സമയത്ത് അവര് പർദ്ദയിട്ടു എന്നും പറഞ്ഞ് നിങ്ങളാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതൊക്കെ ഈ ജനാധിപത്യ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും പട്ടികയിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തും കാണിക്കാം, മറ്റുള്ളവരെ നിങ്ങൾക്ക് എങ്ങനെയും എതിർക്കാം.
മറിച്ച് നിങ്ങൾ ചെയ്യുന്നതിനെ ഒരാളും എതിർക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് പാകിസ്ഥാനല്ല കേട്ടോ എന്ന്. കാര്യം, നോമ്പിന്റെ കാര്യം, പെണ്ണുങ്ങളുടെ കാര്യം, കുടുംബജീവിതത്തിന്റെ കാര്യം, ഇതൊക്കെ നമ്മൾ ഈ മുസ്ലിമിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അവൻ മുസ്ലിം അല്ലല്ലോ, അവൻ നമ്മുടെ കാര്യം ചർച്ച ചെയ്യാൻ വരുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. ഇത് ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും